ഞാൻ അങ്ങനെ പാട്ട് പാടാറില്ല. എന്റെ മേഖല എന്ന് പറയുന്നത് എഴുത്തും വായനയാണ്. ഞാൻ ശ്രമിക്കാം. രേണുകെ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൽ പരാഗരേണു വിടരുമ്പോളേതോ അടർന്നു വീണ രണ്ടിലകൾ നമ്മൾ. രേണുകെ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോളേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. അടിപൊളി, സൂപ്പറാണ് കേട്ടോ. മുരുകൻ കാട്ടാക്കട സാറിന്റെ അല്ലേ അടിപൊളി കവിതകള് എഴുതും ഒക്കെ ചെയ്യും. ഓക്കെ ഓക്കെ. പിന്നെ എന്തെങ്കിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? പുസ്തകം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ നല്ലൊരു കലാകാരിയായിട്ട് വരട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ. ടീച്ചർ ആവാൻ തന്നെ തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് ഞാൻ കാണുന്നത്. അല്ല, ഞാൻ ഡിഗ്രിക്ക് പോയത് UPSC എഴുതണം എന്നുള്ള ഒരു എയിം വെച്ചിട്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് PhD എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് PG പോയി. PG കഴിഞ്ഞപ്പോ പിന്നെ എന്താ പിന്നെ വീണ്ടും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അല്ലാണ്ട് ഇതെന്റെ പ്രൊഫഷൻ അല്ല, ഒരിക്കലും പാഷനാണ്. എനിക്ക് ഇഷ്ടമാണ് പഠിപ്പിക്കാൻ. അങ്ങനെ ഇപ്പം ഞാൻ ഓൺലൈനായിട്ട് ടീച്ച് ചെയ്യുന്നുണ്ട് പിള്ളേരെ. ഇപ്പം ട്യൂഷൻ എടുത്തിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. ഞങ്ങൾ ഇന്ന് പുലർച്ചെ 3 മണിക്ക് ഇറങ്ങിയത്. അപ്പൊ വീട്ടിലെല്ലാവരും തണുത്ത് മരച്ച് കിടക്കുകയാണ്. അത്രയ്ക്കും തണുപ്പാ മീനങ്ങാടി ഭാഗത്ത്. അപ്പോഴും ഞങ്ങൾ വണ്ടി എടുത്ത് വരുന്ന സമയത്ത് പലരും ചോദിക്കും ഇത് എന്ത് ഭ്രാന്തങ്ങൾ കാണിക്കുന്നത്. പക്ഷെ സാർ ഈ പറഞ്ഞ ഒരു പാഷൻ ആണെങ്കിൽ നമുക്ക് പിന്നെ അത്രമേൽ ഇഷ്ടമാണെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇന്റർവ്യൂ ചെയ്തത് മിനി ഉതുപ്പ് എന്ന് പറഞ്ഞ ടീച്ചറെയാണ്. ഫീനിക്സ് പക്ഷി എന്നാ പറയുന്നവര്. മരിച്ചിട്ട് അവർ തിരിച്ചു വന്ന കഥ പറയും. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഒരിക്കലും ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ അവരുടെ കഥകളും കവിതകളും പുസ്തകങ്ങളും ഒക്കെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം. ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. നമ്മളെ പരിചയപ്പെടാൻ പറ്റും. ഓക്കെ ഓക്കെ സാർ.